ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളാ എന്റെ അമ്മായിയമ്മയെ കൊന്നത്. വിശ്വനെ കൊന്നത് ഇവനാണെന്ന് ഇവൻ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പൊ ഇവന്റെ അമ്മായിയമ്മയെ കൊന്നത് ഞാനായി. മോഹിനിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഈ കാര്യം. ഇനി എന്നെ കൊണ്ട് ഇത് വെറുതെ പറയിപ്പിക്കരുത്. എന്റെ പൊന്ന പ്രതാപ്, അവരാരും ഇപ്പൊ ഇവിടെ ജീവിച്ചിരിപ്പില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരാ പറഞ്ഞ ജീവിച്ചിരിപ്പില്ലെന്ന്? എല്ലാരും എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. ഞാനേ അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെക്കാം. തലയ്ക്ക് വെളിവില്ലാതായപ്പോ ഏതു നേരവും വിശപ്പാണല്ലോ. തിന്നുന്നതൊക്കെ വയറ്റിലോട്ടാണോ അതോ ആവിയായി പോവാണോ എന്നറിയത്തില്ല. ആന വെട്ടി വിഴുങ്ങുന്നത് പോലെ അവൻ ഓരോന്ന് വെട്ടി വിഴുങ്ങുന്നത്. അതൊന്നും കുഴപ്പമില്ല, എന്ത് വേണേലും വെച്ച് വിളമ്പിത്തരാം. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങള് നീ എന്തിനാടാ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? അവന്റെ അമ്മായിമ്മ കൊന്നത് ഞാനാണെന്ന് വേറെ ഒന്നുമില്ല അവന് പറയാൻ. നീ തന്നെ കൊന്നേ. എടീന്നു എന്റെ അമ്മായിയമ്മയെ കൊന്നവളെ എന്ത് വിളിക്കണം? ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ എന്റെ എന്റെ വായിന് എന്തൊക്കെ വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. കേറിപ്പോടി, കേറിപ്പോൻ. എന്തെല്ലാം കേക്കണം, എന്തെല്ലാം കേക്കണം. ലേഖിജി, ഇപ്പൊ കണ്ണേട്ടൻ പറഞ്ഞ പോലെ എന്റെ ഏടത്തി മഹാലക്ഷ്മി അല്ലേ? നിനക്ക് കണ്ണില്ലേ? നോക്ക്, ആള് മഹാലക്ഷ്മിയൊക്കെ തന്നെയാ. പക്ഷേ ദേവിയുടെ ഒരു പുഞ്ചിരിയില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടത്തിക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് കണ്ണേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എന്താ ഏടത്തിയുടെ വിഷമം? ഏട്ടത്തി പറ. ആഹാ, മോളുടെ പ്രിയപ്പെട്ട അമ്മ എത്തിയല്ലോ. നല്ല ടെൻഷൻ ഉണ്ടല്ലോ അമ്മേ. അതിന്റെ കാരണം അമ്മയ്ക്ക് അറിയോ? എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ. 7-ാം മാസം ആയില്ലേ, ഇനിയിപ്പോ പ്രസവത്തോടെ അടുക്കുക. അതിന്റെ ആദ്യാണോ? പ്രസവം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖമുള്ള നിമിഷം മഞ്ജു. അതിന് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ആ മുഹൂർത്തം എല്ലാ പെൺകുട്ടികൾക്കും കുറച്ചധികം വേദനയൊക്കെ നൽകാറില്ലേ ലേഖേച്ചി? അതേപ്പറ്റി 2 പ്രസവിച്ച അമ്മ പറയട്ടെ. ആ സമയത്തൊരു ഭയവും നെഞ്ചിടിപ്പും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷാ മോളെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മഞ്ജുവിന് ഇതുവരെ വിശേഷമൊന്നും ആയില്ലേ? വിശേഷമുണ്ടെന്ന് ഇവിടെ ചിലരോടൊക്കെ കള്ളം പറഞ്ഞു. പക്ഷേ ഇതുവരെ അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വേണ്ടാന്ന് വെച്ചേക്കുവാണോ? ഏയ്, അങ്ങനൊന്നും ഇല്ലമ്മേ.
ഇനി പതുക്കെ തോമസ് സാറിനൊന്ന് കാണണം. അദ്ദേഹം കുറച്ച് മരുന്ന് തന്നിരുന്നു, എന്നിട്ടും സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ഒരുപാട് വൈകിക്കല്ലേ മഞ്ജു. ഞാനും അനന്തുവേട്ടനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ ശേഷം 1 വർഷം കുഞ്ഞുങ്ങളൊന്നും വേണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ ലോകം ചുറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വേണമെന്നായപ്പോ അതിനുള്ള ഭാഗ്യം കിട്ടുന്നുമില്ല. ഇപ്പോ 8-9 വർഷം കഴിഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇനി പ്രതീക്ഷയൊന്നുമില്ല. ആ അല്ല, അമ്മ വന്നിട്ട് അമ്മയുടെ ഇളയ മോളെ കണ്ടായിരുന്നോ? താഴെയൊന്നും കണ്ടില്ല. എല്ലാരും താഴത്തെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ടേ സഹിക്കാൻ കഴിയാതെ മുറിക്കകത്ത് കയറി കഥകടിച്ചിരിക്കുമെന്നാ തോന്നുന്നേ. എന്നാ ഞാനൊന്ന് കണ്ടിട്ട് വരാം മോളെ. കണ്ടാ മാത്രം പോരാ, ഇളയ മോൾക്ക് നല്ല നല്ല ഉപദേശങ്ങളും കൊടുക്കണം. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല മോളെ. അവള് അച്ഛന്റെയും മുത്തശ്ശിയുടെയും ഉപദേശം മാത്രം കേട്ട് വളർന്നവളാ. ഇപ്പോഴും കേൾക്കുന്നവളോ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ അച്ഛൻ ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ അമ്മേ? ഏയ്, അങ്ങേരെ പുറത്തോട്ടൊന്നും വിടില്ലെന്ന് അയാളുടെ അമ്മ വാക്ക് തന്നിട്ടുണ്ട്. തീരെ സുഖമില്ല അല്ലേ? സുഖമില്ല. ഓരോ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് നടക്കുക. എന്റെ അച്ഛന്റെ ആത്മാവ് എന്തുകൊണ്ട് അയാളുടെ ശരീരത്തിൽ കയറി കൂടിയെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ വൃത്തികെട്ടൊരു ശരീരത്തില് എന്റെ അച്ഛൻ ഒരിക്കലും കയറേണ്ടതല്ലോ. അത് നല്ലതിനു വേണ്ടി കയറിയതായിരിക്കില്ല മഞ്ജു. കണ്ണേട്ടനെ മഹിയും ദ്രോഹിക്കുന്ന കൂട്ടത്തിലാ അയാളും അയാളുടെ അമ്മയും. അത് മനസ്സിലാക്കിയിട്ട് കണ്ണേട്ടന്റെ അച്ഛൻ അയാളെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്ക് കണ്ണേട്ടൻ ചോദിക്കുന്നുണ്ട്, അയാളൊരു ലോറി ഡ്രൈവർ ആയിരുന്നല്ലോ, ഇനി ഞങ്ങളുടെ അച്ഛന്റെ ലോറി ഇടിച്ച് കൊന്നത് അയാളാണോന്ന്. അങ്ങനൊരു സംശയം എനിക്കും ഇല്ലാതില്ല. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല മഞ്ജു. അല്ല, അയാളുടെ പിന്നാലെ എന്റെ അച്ഛൻ നടക്കുന്നത് കൊണ്ട് അങ്ങനെ സംശയിക്കും. മോളെ, ഞാനൊന്ന് കരുണയെ കണ്ടിട്ട് വരാം. ശരി അമ്മ. അതെ, എന്തായാലും അപ്സരസിനെ പോലെ ഏട്ടത്തി താഴെ വന്നിരിക്കുമ്പോഴേ ഇവിടെ ചിലരുടെയൊക്കെ കണ്ണു മഞ്ഞളിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഈ മുഖവും ഈ ഒരുക്കവും ഒക്കെ എന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു സെൽഫി എടുത്ത് സേവ് ചെയ്ത് വെച്ചേക്കാം. വാ. മോളെ, എത്തിയോ? സന്തോഷായോ? ഞാൻ ദുഃഖിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അല്ല, നീ എന്തിനിങ്ങനെ മാറി നിൽക്കുന്നേ? അമ്മയുടെ സന്തോഷം എനിക്കില്ല. പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ മുഖം കാണാനായിട്ട് പുറത്തിറങ്ങണോ? ഇന്ന് വരേണ്ടവരെല്ലാം വന്നിട്ടുണ്ടല്ലോ. ദേ, അവിടെ ഒരാൾ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് ഈ വീടിനെ ഇരുട്ടിലാക്കിയത് അങ്ങേരെ ഒറ്റ ഒരുത്തനാ. കുറച്ച് ഒച്ചത്തി പറ, ഇവിടെ ഉള്ളവരൊക്കെ കേക്കട്ടെ. ഞാൻ എന്തിനാ പറയുന്നത്? നിന്റെ അച്ഛൻ തന്നെ സത്യങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. കണ്ണേട്ടന് അറിയേണ്ടതൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞതോടെ അച്ഛനൊന്നും അടങ്ങിയില്ലേ? ആ, അതിനുശേഷം ഒരടക്കമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കണ്ണന്റെ മുന്നിൽ പോയി പെടരുത്. കണ്ടു കഴിഞ്ഞാലേ നിന്റെ അച്ഛൻ സത്യം പറയാതിരിക്കില്ല. പാവം കണ്ണന്റെ അച്ഛൻ അന്ന് ലോറി കൊണ്ടുപോയി തട്ടിച്ചിട്ട് ഒന്ന് നിർത്താനുള്ള സന്മനസ് പോലും നിന്റെ അച്ഛൻ കാണിച്ചില്ല. അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് കണ്ണന്റെ അച്ഛനും കണ്ടേനെ. അങ്ങനെയെങ്കില് ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടാവില്ല. അമ്മയുടെ മൂത്ത മോളും ഈ വീട്ടിലുണ്ടാവില്ല. ചിലപ്പോ ഈ തറവാട്ടിലേക്ക് അപ്പോഴും എനിക്ക് വരാൻ സാധിച്ചെന്ന് വരും. എന്നാ ഈ വീട്ടിലെ മൂത്ത സന്തതി വീൽ ചെയറിലായതുകൊണ്ട് മാത്രം അമ്മയുടെ മോൾക്ക് അയാളുടെ ഭാര്യ ആവാൻ സാധിച്ചത്.
അയാൾക്ക് അങ്ങനെ ഒരു കുറവില്ലായിരുന്നെങ്കിലേ ഈ ബന്ധം ആലോചിക്കോ? അതുകൊണ്ട് അന്ന് അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായത് നല്ല കാര്യമാണെന്ന് അമ്മ ചിന്തിക്കേ. എന്റെ മോൾക്ക് കണ്ണനെ കിട്ടാതിരുന്നോട്ടെ, എന്നാലും ആ അച്ഛൻ ജീവനോട് വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ആ ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറയാലോ. ദേ, രണ്ടുപേരും തമ്മിലുള്ള കൂടിച്ചേരൽ നേരത്തെ ദൈവം കുറിച്ചിട്ടത് തന്നെയാ. അതുകൊണ്ട് അവരൊന്നിക്കാൻ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു സാഹചര്യം ഒത്തുവരും. നീ ഉണ്ണിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നിനക്ക് എന്തൊരു സന്തോഷമായിരുന്നു. സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയതിന്റെ ആവേശമായിരുന്നു ആ സമയത്ത്. എന്നാ ഇപ്പൊ അവൻ ഒരു വിലയും ഇല്ലാതായി. അയാള് അയാളുടെ ഏട്ടന്റെ ചെലവിൽ കഴിയുന്ന ആളാ. അങ്ങനെ ഒരാളെ ഒരു പെൺകുട്ടി അംഗീകരിക്കില്ല. അപ്പോഴേ എനിക്ക് കൂടുതൽ തർക്കിക്കാനൊന്നും സമയമില്ല. ചടങ്ങ് നടക്കുമ്പോ നീ മാറി നിൽക്കരുത്. ആ സമയത്ത് ഞാനങ്ങ് വന്നോളാം. അമ്മ ഇപ്പൊ പോ. എന്റെ അനിയൻ പറഞ്ഞ കാര്യം തന്നെ അമ്മാവനും പറഞ്ഞത്. മഹിയെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം കമ്പനിയെ സേവിച്ചിട്ടുണ്ട് എന്നാണ് ഈ വീടിനകത്ത് ചിലപ്പോഴൊക്കെ കേൾക്കാറുള്ള വർത്തമാനം. അതേപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. എന്റെ വിവാഹം നടത്തിയത് അമ്മാവനാ. എന്നാ ആ വിവാഹം നടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് ആരും കരുതിയില്ല. ഇനി ഉണ്ടായാൽ തന്നെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു നിങ്ങളുടെയൊക്കെ വിശ്വാസം. എന്നുവെച്ചാ മഞ്ജുവിനും ഉണ്ണിക്കും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എന്റെ സ്വത്തുക്കൾ എന്നെങ്കിലും ഒരിക്കൽ വന്നു ചേരും എന്ന ചിന്തയോടെ അന്നൊക്കെ നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചിരുന്നത്. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മോനെ. അങ്ങനെ തന്നെ പറയും. നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ കുഴപ്പം കൊണ്ടാ പിന്നീട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് മഞ്ജുവും സാഗറും തമ്മിലുള്ള ഒത്തുചേരൽ. സ്വന്തം മുറച്ചെറുക്കനാണ് ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാ മേഘൻ കഴിഞ്ഞിരുന്നത്. അവനെ വിശ്വസിച്ച് കൂടെ വന്ന പെൺകുട്ടിയോട് പോലും അവന്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവും അവൻ കാണിച്ചു. അതിലുപരി മറ്റു ബന്ധങ്ങൾ അവനുണ്ടെന്ന് മഞ്ജു തിരിച്ചറിഞ്ഞു. അതിനൊക്കെ ശേഷം നിങ്ങൾക്കൊക്കെ മനസ്സിലായി നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ലാന്ന്. അവിടെയാ എല്ലാവരുടെയും മനസ്സിലുള്ള ആ നാഗമുണ്ടല്ലോ, അത് ഭണം നിവർത്തി പുറത്തു വന്നത്. എനിക്കിനി നിന്നോട് തർക്കിക്കാനില്ല കണ്ണാ. ഞാനിപ്പോ ഒരു മാറ്റത്തിന്റെ പാതയിലാണെന്ന് പറഞ്ഞല്ലോ. എന്റെ പെങ്ങളെയും മരുമോനെയും അതുപോലെ എന്റെ വീട്ടിലുള്ളവരെയും ഞാനിപ്പോ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഉപദേശിക്കുന്ന ആളിന്റെ മകൾ എന്തിനാ ഇവിടെ വന്നു നിന്നത്? കണ്ണനും മഹിയും തമ്മിൽ അകന്നപ്പോ അവർക്കിടയിലേക്ക് അവളെ തള്ളിവിട്ടത് ആരാ? നിങ്ങളുടെ അറിവോടെ അല്ലാതെ സ്വാതിയോടെ ഒന്നും താമസിക്കോ? അയ്യോ, അത് പിന്നെ അവിടെ അമ്മയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാ. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. അമ്മായിയുടെ മാത്രമല്ല, ഇവന്റെയും ഇവന്റെ അമ്മയുടെയും തലയുദിച്ച ബുദ്ധിയായിരിക്കും അത്. ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ കാണാനുള്ള ശക്തി ഇല്ലല്ലോ, പിന്നെന്തിനാ പുറത്തിറങ്ങിയത്? അതിന് നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? സാഗർ നിന്റെയൊക്കെ മനസ്സിലുള്ള ചിന്തയാ ഇപ്പൊ വലിച്ച് പുറത്തിട്ടത്. അതിന് നീ എന്തിനിത്ര ചൂടാവുന്നേ? കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി നമ്മുടെ അച്ഛൻ മരിച്ച ശേഷം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന അമ്മാവനോട് ഞാൻ പറയുകയായിരുന്നു, ഇവിടെ ഇങ്ങനെ 7-ാം മാസത്തെ ചടങ്ങ് എന്റെ ഭാര്യയുടെ നടക്കുമ്പോ നീ നിന്റെ ഭാര്യ അമ്മയൊക്കെയാടാ
ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത്രത്തോളം നിന്നെ ചുമലിലേറ്റി നടന്ന ഒരു ഏട്ടനാ ഞാൻ. നിന്റെ അമ്മ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗൃഹനാഥൻ മരിച്ചു പോയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് കണ്ണനാ എല്ലാം ചെയ്യുന്നേന്ന്. ആ ദേ വരുന്നു, നിന്റെ അമ്മയോട് ചോദിക്ക്. മാളത്തിൽ ഒളിച്ചവരൊക്കെ പുറത്ത് ചാടിയല്ലോ. മാളത്തിൽ ഒളിക്കാൻ ഞങ്ങളെന്താ പാമ്പുകളാണോ? ഏകദേശം മനുഷ്യന്റെ രൂപം ഉണ്ടെങ്കിലും സ്വഭാവത്തിൽ ആ പറഞ്ഞ ഇഴജന്തുവായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ദേ കണ്ട, ഇവിടെ 7-ാം മാസത്തിന്റെ ചടങ്ങ് നടക്കുക. നിന്റെ കൂട്ടുകാരനും ഭാര്യയൊക്കെ വന്നെങ്കിലേ മാന്യമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് പൊയ്ക്കോളണം. ചിലപ്പോ പോയില്ലാന്ന് വരും. എന്റെ വീട്ടിൽ കയറി വരാനും താമസിക്കാനും എന്നെ മഹിയം പോലെ തന്നെ അർഹതയും യോഗ്യതയുള്ളവരാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അവർ അതിഥികളല്ല, എന്റെ കൂടെപ്പിറപ്പുള്ള. എനിക്കങ്ങനെ പേര് പറയാനുണ്ടായിരുന്നു. അതിലിപ്പോ എന്റെ പെങ്ങള് മാത്രമേ എന്നെ മഹിയം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാവരും അന്യരെ പോലെയാ. ഞങ്ങൾക്ക് മറ്റുള്ളവരെ മണിയടിക്കാൻ അറിയില്ല. അതെ അതെ, കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞെന്നറിഞ്ഞപ്പോ പലരുടെയും മണിയടി ഞങ്ങളൊക്കെ കണ്ടതാ. അവരൊന്നിച്ചു എന്നറിഞ്ഞപ്പോ കണ്ണൻ തന്ന ഗിഫ്റ്റൊക്കെ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതിനും അവനും ലക്ഷ്മിയൊക്കെ സാക്ഷികളാ. അതുകൊണ്ട് അതേ പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കണ്ട. ചടങ്ങ് നടക്കുന്ന ദിവസമല്ലേ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കല്ലേ അനന്തു. കണ്ണ, നീ ഒന്ന് പറയ്. അല്ല, എല്ലാവരും ഒത്തുകൂടിയപ്പോഴാ ചില കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നത്. ഈ ദുഷ്ടന്മാരുടെ കൂട്ടത്തില് 2 പേരുടെ കുറവുകൂടിയുണ്ട്, നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും. അവരോടി ഉണ്ടായിരുന്നെങ്കില് എല്ലാം തികഞ്ഞാനെ. നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാളുടെ മനസ്സില് എന്നോട് പറയാൻ എന്തോ രഹസ്യമുണ്ടല്ലോ. ആ രഹസ്യം കേൾക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. നിന്റെ അച്ഛനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് നീ പറയാറുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ മോളുടെ അച്ഛന്റെ ദേഹത്താ കേറിയിരിക്കുന്നത്. എന്ന് വെച്ചാലേ പ്രതാപനെ നിന്റെ അച്ഛന് പോലും ഇഷ്ടമാണെന്നാണ് അർത്ഥം. എടീ പെങ്ങളെ, അതിഷ്ടം കൊണ്ടല്ലടി, അവൻ നിന്റെ ഭർത്താവിന്റെ കൊലയാളി ആയതുകൊണ്ടാ. അതേപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. അയാളുടെ ശരീരത്തിൽ എന്തുമാത്രം മാലിന്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കല്യാണമൊന്നുമല്ലല്ലോ, 7-ാം മാസമല്ലേ. അതിന് ഇത്രമാത്രം ആഡംബരം എന്തിനാന്നാ മനസ്സിലാവാത്തെ? പൈസയുടെ അഹങ്കാരം, അല്ലാതെന്താ. എടുത്തി കണ്ണേട്ട, ഏട്ടത്തിയെ മഹാലക്ഷ്മിയെ പോലെ ഒരുക്കണമെന്നല്ലേ പറഞ്ഞത്? എങ്ങനെയുണ്ട്? സാക്ഷാൽ മഹാലക്ഷ്മി ആയില്ലേ? ഇവനങ്ങനെ തോന്നിയില്ലെങ്കിലും
ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയില്ലെന്ന് ആരാ പറഞ്ഞത്? രണ്ടെണ്ണം കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ആ, ഇതൊക്കെ പുതിയ ഡിസൈൻ ആണല്ലേ? അതെ, ഏറ്റവും പുതിയ ഡിസൈൻ തന്നെ വേണമെന്ന് ഞാൻ ജ്വല്ലറി പറഞ്ഞിരുന്നു. ആ, സ്വന്തമായിട്ട് സ്വർണ്ണക്കടയൊക്കെ ഉള്ളതുകൊണ്ടേ ഏത് ഡിസൈനിലുള്ള സ്വർണവും വാങ്ങാമല്ലോ. എന്ന് വെച്ചേ പൈസ കൊടുക്കാതെയല്ല ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല പൈസ മുടക്കി തന്നെയാ. മുടക്കാം മുടക്കാം, ഇഷ്ടം പോലെ ഉണ്ടല്ലോ മുടക്കാനായിട്ട്. എടി ദുർഗേ, അവനവന്റെ പെണ്ണിന് പൈസ മുടക്കി സ്വർണം വാങ്ങിച്ചതിന് നിനക്കെന്താടി? ഇപ്പൊ നാവടക്കി നിൽക്കുന്ന നല്ലത്. ഇങ്ങനൊരവസ്ഥയിലായി പോയല്ലോ ഞാൻ.